നമസ്കാരം. മെട്രാക്കട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവിതാംകൂറിലെ രാജഭരണത്തിനും അതുപോലെ ദിവാന്റെ ദുർഭരണത്തിനും ഒക്കെ അറുതി വരുത്തിക്കൊണ്ട് ഒരു വെട്ടുണ്ടായി. അതൊരു മഹത്തായ വെട്ടാണ്. 1990 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുന്നത്. പിന്നെ 2008-ലും 2011-ലും 2021-ലും എല്ലാം മലയാള മനോരമയിലും മാതൃഭൂമിയിലും അതുപോലെ ഹിന്ദുവിലെ അതുപോലെ തന്നെ 97-ല് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വർക്കേഴ്സ് ബ്ലോഗ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിന്നൊക്കെ എനിക്ക് വിവരം കിട്ടി. ഈ ഇതിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള ആ പോരാളിയെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ പുതിയ ആളുകൾക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒരു പുതിയൊരു വിവരം ഈ വീഡിയോയിലൂടെ തരാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം തിരുവിതാംകൂറിലെ രാജഭരണം അവസാനിപ്പിച്ച അതിനിടയാക്കിയ ഒരു മഹത് വ്യക്തിയെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ മറന്നുപോയി. നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ അതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള വിഷയത്തിലേക്കാണ് പോകുന്നത്. കൂടുതൽ വളച്ചുകിട്ട് ഇല്ലാതെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ പ്രോത്സാഹനം തരുന്നുണ്ട് എനിക്കറിയാം, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എനിക്കറിയാം. അത് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. KCS മണിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ പറയാം. 1947 ഫെബ്രുവരി 18-നാണ് ക്ലെമന്റ് അറ്റ്ലി പ്രഖ്യാപിക്കുന്നത് തിരുവിതാംകൂർ മാത്രമല്ല ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷുകാര് ഭരണം അല്ലെങ്കിൽ അവരുടെ അധികാരം നൽകുക എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതിനോട് പ്രപ്പോസൽ പറഞ്ഞു. അങ്ങനെ ജൂലൈ 3-ന് ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് അധികാരം കൈമാറ്റം ചെയ്യാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അന്ന് 500ഓളം പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾ. അവർക്ക് സ്വയം തീരുമാനം എടുക്കാം. ഇന്ത്യയിൽ ചേരണമോ പാകിസ്ഥാനിൽ ചേരണമോ അതല്ല സ്വതന്ത്രമായി നിൽക്കണമോ എന്നുള്ള തീരുമാനം അവർക്ക് എടുക്കാം. ആ സമയത്ത് ഇവിടെ വളരെയധികം ദുർഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകാധിപത്യ ഭരണമായിരുന്നു CP രാമസ്വാമി അയ്യരുടെ ഇതില്. അപ്പൊ രാജഭരണമില്ലാതെ ജനാധിപത്യ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ്, കോൺഗ്രസ് പാർട്ടി എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് CP പ്രഖ്യാപിക്കുന്നത് ഇൻ ലോ ആസ് വെൽ ആസ് ഇൻ ഫാക്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കുന്നത്. തിരുവിതാംകൂർ രാജ്യം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യം എന്നും ഒരു പരമാധികാരമുള്ള സ്വതന്ത്ര രാജ്യമായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് ജൂൺ 11-നാണ് ചെയ്യുന്നത്. ജൂൺ 18 വൈകിട്ട് 8:45-ന് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷനിലൂടെ ബാലരാമവർമ്മ ഇത് സാധൂകരിക്കുന്ന രീതിയിൽ അവർ പറയുന്നു. അതായത് സ്വതന്ത്രവും പരമാധികാരവും ഉള്ള ഒരു രാജ്യമായിരിക്കും തിരുവിതാംകൂർ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളാണ്. കാരണം അതിനു മുമ്പ് ഉണ്ടായിരുന്ന പുന്നപ്ര വയലാവർ സമരത്തെ CP എങ്ങനെയാണ് അടിച്ചമർത്തിയത്, നിഷ്ഠൂരം അതില് ആയിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ അത്രയും പേരെ കൊന്നൊടുക്കി എന്നാണ്. ശ്രീധരമേനോന്റെ പറയുന്ന 1000-ന്റെ അടുത്ത് ആൾക്കാർ കൊല്ലപ്പെട്ടു, ചിലത് 100 എന്ന് പറയുന്നുണ്ട്. വാരിക്കുന്തൊക്കെ ആയിട്ട് നേരിട്ട അല്ലെങ്കിൽ ആ വിപ്ലവകാരികളെ കൊന്നൊടുക്കിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് നമുക്ക് നമ്മുടെ കഥാനായകൻ അല്ലെങ്കിൽ നമ്മുടെ പോരാളി വരുന്നത്. ഒരു അപസർപ്പക കഥയെ വെല്ലുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതിനെക്കുറിച്ച് പലർക്കും ഇന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ചത്. എനിക്ക് വളരെയധികം ആകർഷണം ഉണ്ടായി ഇദ്ദേഹത്തിനെ കുറിച്ച് വായിച്ച സമയത്ത്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അമ്പലപ്പുഴ കോന്നാട്ട് മഠം ചിദംബരം അയ്യർ സുബ്രഹ്മണ്യ അയ്യർ എന്ന KCS ചുരുക്കത്തിൽ അദ്ദേഹത്തിനാണ്. അദ്ദേഹം 1922 മാർച്ച് 2-നാണ് ജനിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കോനാട്ട് മഠത്തിൽ ചിദംബരം അയ്യർ. ഈ വർഷത്തിലൊരു തർക്കമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലളിതാമ്പാൾ അവര് തമിഴില് അവരുടെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് 9/7/1922 എന്നാണ് മണിയുടെ പിറന്ന നാൾ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബാല്യം അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. 3 സഹോദരിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആകെ ഒരു ആൺതരി ആയിരുന്നു എങ്കിലും അച്ഛൻ അതായിട്ടുള്ള ഈ കോനാട്ട് മഠത്തിൽ ചിദംബരം അയ്യർ അദ്ദേഹം ഒരു വളരെയധികം എന്താ പറയാ എന്തിനേയും നേരിടാൻ കഴിവുള്ള വളരെ ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു പ്രമാണിയായിരുന്നു ആ കാലത്ത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുന്നത് രാമയ്യൻ ദളവയ്ക്ക് ശേഷം ചങ്കുറപ്പുള്ള 2ാമത്തെ പാണ്ഡിപ്പട്ടർ എന്നാണ് മനോരമയുടെ ഓൺലൈനില് അനുജമ്മ എഴുതിയിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വല്ലാടൻ മൈദിൻ കുഞ്ഞ് എന്ന ഒരു ആള് അദ്ദേഹത്തിന് 100 ചട്ടമ്പികളുമായിട്ട് വന്ന സമയത്ത് ഇദ്ദേഹം 2 കൈത്തോക്കുകളും ഒരു വലിയ നീളമുള്ള തോക്കും എടുത്തിട്ട് ഒറ്റയ്ക്ക് ഇവരെ നേരിട്ടു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം മണി 2 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ കാരണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തു എന്ന് അറിയില്ല. മണിയെ ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 1104 ചിങ്ങമാസത്തില്
അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അവിടെ അഷ്ടമി രോഹിണി നാളില് കുളത്തിലേക്ക് ഇദ്ദേഹത്തിനെ തള്ളിയിടാണ്. ചാവുകയാണെങ്കിൽ ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം നീന്തി അവിടെ നിന്ന് കരകയറി. മണി ചെറിയ കുട്ടിയാണ് ആ സമയത്ത്, 7 വയസ്സേറ്റേ ഉള്ളൂ പ്രായം. പിന്നീട് അദ്ദേഹം കേൾക്കുന്നുണ്ട് അച്ഛൻ പറയുന്നത്, ഇവനെ കൊന്നു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് നമ്മുടെ കുട്ടികളല്ലേ, അതിന് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മണിയാണ് പിന്നീട് വീരനായകനായി മാറുന്നത്. അപ്പൊ അദ്ദേഹം 3rd ഫോറത്തിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കടലിൽ തിരയിൽപ്പെട്ട് അദ്ദേഹം ജീവിതത്തോടും മരണത്തോടും മല്ലിട്ട് അവസാന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതോടുകൂടി മരണത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഇന്റർവ്യൂവിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നീട് ഏറ്റെടുക്കുന്നുണ്ട്. അച്ഛൻ വയ്യാതായ സമയത്തും മറ്റുള്ളൊക്കെ മുതിർന്ന സമയത്ത് ഒരു പെങ്ങളായിട്ടുള്ള, അതായത് 3 പെങ്ങന്മാരാണ് മണിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ മൂത്ത സഹോദരി അല്ലെങ്കിൽ സരസ്വതി അമ്മാളിനെ സ്ത്രീധനത്തുക പോരാ, 500 രൂപ വേണം എന്ന് പറഞ്ഞപ്പോ അത് ആ കാരണം പറഞ്ഞ് ഭർത്താവ് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി. പിന്നീട് ആ പൈസയും കൊണ്ടിട്ട് ഇദ്ദേഹം ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അദ്ദേഹം വേറെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നു. പിന്നീടുള്ള 2 മറ്റു സഹോദരിമാര് ലക്ഷ്മി ബാലാകുമ്പളും ശാരദ എന്നിവരുമായിരുന്നു. ഇനി മണിയുടെ ഈ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് പറയാം. അപ്പൊ വലിയ ഒരു ചട്ടമ്പി പോലെയുള്ള അച്ഛനൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം ദുർബലനാവുകയാണ്. അപ്പോ ഇദ്ദേഹം ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു N ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിനാണ് ഗുരുവായിട്ട് കിട്ടുന്നത്. ഈ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതിന് വേറൊരു കാര്യമുണ്ട്. ശ്രീകണ്ഠൻ നായർ മകനെ പോലെയാണ് ഇദ്ദേഹത്തിനെ കണക്കാക്കിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയെ ഇദ്ദേഹം അമ്മയെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. കാരണം അദ്ദേഹം അസുഖബാധിതനായിട്ട് 100 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് അദ്ദേഹത്തിനെ ചികിത്സിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ പരിചരിച്ചത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെയുള്ള ഒരു വാത്സല്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടു നടക്കാതെ ഇദ്ദേഹത്തിന് വല്ല ജോലിയാക്കി കൊടുത്തൂടെ എന്നുള്ളത് അച്ഛന്റെ ഒരു ആവശ്യപ്രകാരം ശ്രീകണ്ഠൻ നായർ ഇദ്ദേഹത്തിന് കൊല്ലത്ത് ഒരു ഫാക്ടറിയിൽ ഒരു ക്ലർക്കിന്റെ ജോലി വാങ്ങിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ആവടിയിലെ ഒരു മിലിറ്ററി സർവീസിൽ അദ്ദേഹം ഒരു ക്ലർക്കായിട്ട് പിന്നീട് ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് നാട്ടില് അച്ഛന്റെ അസുഖം ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അതിന് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം പിന്നെ കുറച്ചു കാലം കൃഷിപ്പണി ചെയ്യുന്നുണ്ട്. 1946 ശ്രീകണ്ഠൻ നായർ ഒളിവിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാന ദൂതനായിട്ട് എല്ലാവരും സംഘടിപ്പിക്കാനൊക്കെ നടന്നിരുന്നത് ഇദ്ദേഹമായിരുന്നു, KCS മണിയായിരുന്നു. അങ്ങനെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ അദ്ദേഹം പിന്നീട് ചേർന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അന്ന് ഞാൻ അറിയാലോ, എല്ലാം അടിച്ച് ഒതുക്കുന്ന ദളവയുടെ നയവും പോലീസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ബേസ് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പിന്നീട് മാറ്റി. അങ്ങനെ കൊച്ചിയിലെ KN ഗോപാലകുറുപ്പ്, അതുപോലെ തന്നെ മത്തായി മാഞ്ഞൂരാൻ, ജനാർദ്ദനൻ, AP പിള്ളൈ, AS ജോസഫ്, TP ഗോപാലൻ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ KCS-ന്റെയും അതുപോലെ AP പിള്ളയെയും പിന്നീട്, അതായത് ഈ KCS-നെ AP പിള്ളയുടെ ഒപ്പം ജനാർദ്ദന്റെയും കൂടെ അദ്ദേഹം കൊല്ലത്തേക്ക് അയക്കുന്നുണ്ട് ശ്രീകണ്ഠൻ നായർ പിന്നീട്. അപ്പൊ ഈ കുറുപ്പായിരുന്നു ഇതിന്റെ പൈസയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കുറുപ്പ് ഇടയ്ക്ക് പറഞ്ഞു, ഇന്നത്തെ ഈ ദുർഭരണമൊക്കെ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഈ CP രാമസ്വാമി അയ്യരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ചങ്കുറ്റുള്ള ഒരാൾ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചങ്കുറ്റൊക്കെ എനിക്കുണ്ട്, ഞാൻ തയ്യാറാണെന്ന് മണി പറയുന്നുണ്ട്. പക്ഷെ ഇതേ സംഭവം നടക്കുമ്പോൾ അതിന് വലിയ പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷനൊക്കെ വേണമെങ്കിൽ അതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി ശ്രമിച്ച വേറൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ശങ്കുപിള്ള. കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. CPയുടെ ഒരു ഇന്നുണ്ട്, ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട് തിരുവനന്തപുരത്ത്. ആ റെസ്റ്റ് ഹൗസിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർദ്ധകായിക പ്രതിമയുണ്ട്. അത് പൊട്ടിക്കുക, തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കടച്ചിക്കാട്ട് നാണുപിള്ളയായിട്ട് ചേർന്നിട്ട് ഇതിന് പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് നടപ്പായില്ല. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ഇതിന് ആ പരിപാടി നടന്നില്ല. അപ്പൊ ഈ പരിപാടി ഞാൻ ചെയ്യാം, ഏറ്റെടുക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 10 രൂപ ബഡ്ജറ്റ് പാസ്സാക്കുന്നുണ്ട്. ചെല്ലപ്പൻ പിള്ള എന്ന് പറയുന്ന റബ്ബർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെല്ലപ്പൻ പിള്ള ഇദ്ദേഹത്തിന് ഒരു ഹാമർ, വലിയൊരു എന്താ പറയുക, ചുറ്റിക കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ യൂണിയൻ ഓഫീസിലാണ് ഇവര് താമസിക്കുന്നത്. അങ്ങനെ KCS അതിനുശേഷം ഈ അന്ന് താമസിച്ച് 7 മണിക്ക് ഇവരെത്തി. അതായത് അന്നത്തെ അവിടുത്തെ കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ K ബാലകൃഷ്ണൻ, K പങ്കജാക്ഷൻ, സദാനന്ദ ശാസ്ത്രി ഇവരൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 9 മണിക്ക് അവിടുന്ന് പുറത്തിറങ്ങി. ഇനി സമയം പോകണം, അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു. ത്യാഗയ്യ എന്നാണ് സിനിമയുടെ പേര്. അത് 1:30ക്കാണ് വിട്ടത്. 1:30 വിട്ടതിന് ശേഷം പിന്നെ ഇവര് വീണ്ടും പുറത്തേക്ക് പോരുകയാണ്.
അപ്പൊ ആ വരുന്ന വഴിക്ക് ഇവര് ഈ ചെല്ലപ്പനും പിള്ളയും വേലായുധം പിള്ളയും രണ്ടുപേരുണ്ട് കൂടെ. അപ്പൊ വരുന്ന സമയത്ത് ഈ കോമ്പൗണ്ടിൽ റെസ്റ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിന്റെ അവിടെ എത്തുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് 3 പേര് എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 പേരും കുടുങ്ങും. അപ്പൊ അത് 3 പേര് വേണ്ട, നിങ്ങൾ 2 പേരും അവിടെ പോയിട്ട് റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജ് ഉണ്ടായിട്ട് താഴത്ത് പോയി നിന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറയും. അവർ ആദ്യം കുറെ റെസിസ്റ്റ് ചെയ്തു, പക്ഷെ അതൊന്നും കേൾക്കാതെ ഇദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് നോക്കിയിട്ട് പതുക്കെ അദ്ദേഹം മതിൽ ചാടി ഉള്ളിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് വന്നു. ആ കാറ് വന്നിട്ട് റൂമുണ്ടോ ചോദിക്കുന്നു. അപ്പൊ റൂമില്ല എന്ന് പറഞ്ഞ് കാറ് പോകുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് ചാടി അദ്ദേഹം അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, ഒരു 6-7 പൗണ്ട് കനമുള്ള കല്ലെടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഈ പ്രതിമയെ തകർക്കാൻ തുടങ്ങി. അപ്പൊ പ്രതിമയെ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര ഉറപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇവർക്ക് അറിയില്ല. അദ്ദേഹം ഒരു 6-7 പ്രാവശ്യത്തെ അടിച്ചിട്ടും ഇത് ഒരു അനക്കമില്ല. പിന്നെ ചുറ്റിയ കൊണ്ട് നേടാൻ തുടങ്ങി. ചുറ്റിയ കൊണ്ട് ആനയെ അടിക്കാൻ തുടങ്ങിയപ്പോ അതിൽ 1-2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്തു, എന്നിട്ട് ഇത് നിന്നില്ല. അതിന്റെ ഇടയിൽ ഒരു അടിയോണ്ട് ഇതിന്റെ മൂക്ക് തെറിച്ചുപോയി. അപ്പോഴേക്കും ദൂരത്തുള്ള ആക്രോശങ്ങളും വിളിയൊക്കെ കേട്ടപ്പോ പതുക്കെ നേരെ അപ്പുറത്തുള്ള അദ്ദേഹം ഒരു വേലിയുണ്ട്, ആ വേലി എടുത്ത് അദ്ദേഹം ചാടുന്നതെന്ന് വെച്ചാൽ അതിന്റെ അടുത്തൊരു മരമുണ്ട്, ആ മരത്തിന്റെ ഒരു ശില താഴ്ന്നു നിന്നിരുന്നു. ആ ശിലയിൽ പിടിച്ചു കയറി അദ്ദേഹം അപ്പുറത്തേക്ക് കടന്ന് നേരെ റെയിൽവേ ലൈനിലേക്ക് അവിടെ എത്തി. നേരെ ചെലപ്പൻ നായർ വേലായുധനെയും കൂട്ടിയിട്ട് അവർ പോയി യൂണിയൻ ഓഫീസിൽ പോയി കടന്നുറങ്ങി. ഇതാണ് സംഭവം. അപ്പൊ എന്തായാലും ആ പ്രതിമയുടെ മൂക്ക് അദ്ദേഹത്തിന് തകർക്കാൻ കഴിഞ്ഞു. KCSന്റെ നിർബന്ധത്തിന് ഇങ്ങനെ KCSന്റെ ഈ ഒരു സംഭവ വികാസങ്ങൾ അപ്പോഴേക്കും കൊല്ലത്തേക്ക് എത്തി. കൊല്ലത്തിലെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ് യുവകേരളം. ഇത് പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തെ ഉടനെ തന്നെ അത് പൂട്ടിപ്പോയി. കാരണം അത് രാമസ്വാമിയുടെ പോലീസുകാർ അത് പൂട്ടിച്ചു. പിന്നെ ഇതിന്റെ പേരിൽ ശങ്കുപിള്ളയും അതുപോലെ തന്നെ ഗോപാലകുറുപ്പിനെ അറസ്റ്റ് ചെയ്തു. ഗോപാലകുറുപ്പിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ ഫൈനാൻസിന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ യോഗം കൂടണം, ഇതിനൊക്കെ പൈസ വേണം. യോഗം കൂടണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണം, പോസ്റ്റർ ഒട്ടിക്കാനുള്ള പേപ്പർ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് പോലും പൈസ ഇല്ലാതെയായി. അങ്ങനെ ഇദ്ദേഹം സറണ്ടർ ചെയ്യാന്നുള്ള തീരുമാനമായി, കാരണം പ്രധാന നേതാക്കളെ കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ ജനാർദ്ദന എതിരെയായിരുന്നു, സറണ്ടർ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒളിവിൽ ഉണ്ടായിരുന്ന കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ ഇവിടെ എത്തി, കൂരിപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയ വിവരം അറിഞ്ഞ് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു. കണ്ടോടത്തിന് അദ്ദേഹം കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനോട് അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് 5 രൂപ കൊടുക്കുന്നുണ്ട്, എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. അപ്പൊ കീഴടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് മർദ്ദനം ഉറപ്പാണ്, ലോക്കപ്പിൽ കിടന്ന് ചാവേണ്ടി വരും എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നീട് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, മറ്റുള്ളവർ നിർബന്ധത്തിന് വഴങ്ങി. ഒരു കുടുംബത്തില് ഒരു മുതിർന്ന ഒരു അംഗം മരണപ്പെട്ടപ്പോൾ അതിനെ ഒരു പരോള് ഇയാൾക്ക് കിട്ടി, അതായത് ശങ്കുപിള്ളയ്ക്ക് കിട്ടി. അങ്ങനെ ശങ്കുപിള്ള വന്ന് എന്തായാലും രണ്ടാമത്തെ പദ്ധതിയാണല്ലോ, മെയിൻ പദ്ധതി ഇദ്ദേഹത്തെ തകർക്കുക എന്നുള്ളത്, അതായത് CPA വധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ CPA വധിക്കാനുള്ള പദ്ധതി ആദ്യം തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോക്കൊണ്ട് വെടിവെച്ച് കൊല്ലാമെന്നാണ്. അങ്ങനെ കൈത്തോക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ അന്ന് 1200 1500 ഇടയ്ക്കാണ് അതിന്റെ വില. ആ പൈസ ഇവരുടെ ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് ഭയങ്കര ട്രെയിനിങ് വേണം. അപ്പൊ അത് വേണ്ട, എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കത്തി സംഘടിപ്പിച്ച് ഒന്നുകിൽ കുത്തിയിട്ടോ വെട്ടിയിട്ടോ കൊല്ലാം എന്നുള്ളതാണ്. കത്തി ഒരു കത്താളാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യം പറഞ്ഞ് തീരുമാനിക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ സെമിനാറിന് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് തകർക്കാൻ അല്ലെങ്കിൽ അവിടെ വെച്ച് കൊല്ലാം എന്നുള്ള പരിപാടിയാണ് അവര് ആസൂത്രണം ചെയ്തത്. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ കത്തിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ശങ്കുപിള്ള അയക്കുന്നത് രാഘവൻപിള്ളയുടെ അടുത്തേക്കാണ്. അങ്ങനെ രാഘവൻപിള്ളയുടെ അടുത്ത് എത്തി 1947 ജനുവരി അവസാനത്തോടെ കൃത്യത്തിനുള്ള കത്താൾ അല്ലെങ്കിൽ കത്തി, ഒരു നീളത്തില് കുറച്ച് നീളവും കുറച്ച് കത്തിയുടെ രൂപവും നീളത്തിലുള്ള ഒരു ഇതായിട്ടുള്ള ഈ ആയുധം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഇതിൽ ഈ പരിപാടി നടന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് അക്കാദമി, അതായത് സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ വാർഷിക ആഘോഷത്തിന് CP വരുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് തീർക്കുക എന്നുള്ള ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരം വേണം. പോളിറ്റ് ബ്യൂറോയില് ശ്രീകണ്ഠൻ നായർ ഇതിനെ എതിർത്തു. കാരണം അദ്ദേഹം വാത്സല്യം കൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു ഈ KCS അല്ല ഇതിന് ഇതിനെക്കാട്ടും പ്രാപ്തിയുള്ള ആൾക്കാർ വേറുണ്ട്, ഇതൊക്കെ പരിചയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഇതിന് അവർ നിന്നില്ല. ആകെ ജനാർദ്ദനൻ മാത്രമേ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുള്ളൂ. പിന്നെ അവസാനം ഇദ്ദേഹം ഒരൊറ്റ വാക്കാണ് ഉപയോഗിച്ചത്, കാരണം ഇതിന് നിങ്ങൾ അനുമതി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഈ കാര്യം നിർവഹിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ശ്രീകണ്ഠൻ നായർ അതിന് അനുവാദം കൊടുത്തു, മറ്റുള്ളവർ അനുവാദം കൊടുത്തു. 65 രൂപ ഇതിന് ബഡ്ജറ്റ് പാസ്സാക്കി. 65 രൂപ ബഡ്ജറ്റ് പാസ്സാക്കിയതിനു ശേഷം പിന്നീട് അദ്ദേഹം നേരെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പൊ കൊച്ചിയിലെത്തിയതിനു ശേഷം സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്ന KCSന്റെ ഇദ്ദേഹത്തിന്റെ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാരണം
ഇനി മടക്കമില്ല. ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കി കൊല്ലും എന്നുള്ളതുകൊണ്ട് അവിടെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മറ്റേ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയെ പോയി കണ്ടു. അതിനുശേഷം തിരിച്ച് അദ്ദേഹം വരുന്നു. അപ്പൊ കരുനാഗപ്പള്ളിയിലെ മാരീരി തോട്ടത്തിലാണ് അദ്ദേഹം ഈ ആയുധം വെച്ചിരുന്നത്. ആയുധം കയ്യിലെടുത്തു. എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് എത്തിയിട്ട് TBR ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്ങിൽ അദ്ദേഹം മുറിയെടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. ജൂലൈ 19 അവിടെ ഇദ്ദേഹം എത്തുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ ഈ പേട്ടയിലെ പോലീസിന്റെ വെടിവെപ്പ് കാരണം അവിടെയുള്ള പ്രക്ഷോഭകാരികൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുകയുണ്ടായി. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ട് ഈ നേതാക്കന്മാരൊക്കെ അവിടുന്ന് മാറിയിട്ട് അവര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് പോയിരുന്നു. അപ്പൊ അഞ്ചുതെങ്ങിലാണ് ഒരാൾ. അപ്പൊ സദാശിവൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൃഷ്ണൻ നായർ ഒരു എഴുത്ത് കൊടുത്തിരുന്നു ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയിട്ട്. അങ്ങനെ സദാശിവൻ നായർ അവിടെ ഇല്ല. അപ്പൊ അവിടെ വേറെ ആരും പരിചയമില്ല. അങ്ങനെ അഞ്ചുതെങ്ങിലാണെന്ന് അറിഞ്ഞപ്പോ അഞ്ചുതെങ്ങിലേക്ക് എത്തി. അഞ്ചുതെങ്ങിൽ എത്തിയിട്ട് സദാശിവനോട് പറയുന്നുണ്ട് അക്കാഡമിക്ക് ഉള്ളിലേക്ക് കടക്കാൻ ഒരു പാസ് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ പാസ് അദ്ദേഹം സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് 19 ജൂലൈയിലാണ്, അതായത് ഇത് 19 ജൂലൈയില് തിരുവനന്തപുരത്തെ വൈസ്രോയുടെ ഒരു ക്ഷണപ്രകാരം ഡൽഹിക്ക് പോയി. പിന്നെ 25 അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അങ്ങനെ ജൂലൈ 25 അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഷേവിൽ മീശ വെച്ചു. മീശയൊക്കെ വെച്ച് ഒരു കാക്കി ട്രൗസർ ധരിച്ചു. അതിന്റെ മുകളിൽ ഈ കത്താള് വെച്ചു. കത്താള് അത് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് മുണ്ടുടുത്തു. അതിന്റെ മുകളിൽ ബനിയൻ ധരിക്കാതെ ഒരു കതർ ഇട്ടു എന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അക്കാഡമി വരെ ചെല്ലപ്പൻ പിള്ളയും വേലായുധം പിള്ളയും പിന്നെ തമിഴ്നാട്ടുകാരനായ ഒരു മധുര ലാൽ അദ്ദേഹത്തിന്റെ അവര് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉള്ളിലേക്ക് പറഞ്ഞപ്പോ ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ ബഡ്ജറ്റിൽ 65 രൂപയാണ് പാസ്സാക്കിയിരുന്നത്. അത് മുഴുവൻ കഴിഞ്ഞിരുന്നു. കുറച്ച് പൈസയും കൂടി ലോഡ്ജ് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഉള്ളിലേക്ക് കടന്ന് അക്കാഡമിയുടെ ഉള്ളിലേക്ക് കടന്ന സമയത്ത് അവിടെ 4ഓ 5ഓ വരികളിലായിട്ട് ഈ രണ്ടു ഭാഗത്തുമായിട്ട് കസേര ഇട്ടിട്ടുണ്ട്. നടുക്കൊരു വഴി ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല ഏറ്റവും മുന്നിലത്തെ കസേരയിൽ അദ്ദേഹം വന്നിരുന്നു. അപ്പൊ പല പരിചയക്കാരിൽ ഒരാള് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ അമ്പലപ്പുഴയിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണെന്നൊന്നും കാര്യമൊന്നും അറിയാതെ അദ്ദേഹം കുശലം പറയാൻ തുടങ്ങി. ആ സമയത്താണ് CP വരുന്നത്. അദ്ദേഹം വന്നിട്ട് പുറത്ത് കാത്തു നിന്നു. കാരണം മഹാരാജാവും കുടുംബവും വരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി നിന്നു. മഹാരാജാവും കുടുംബവും എത്തിയ ഉടനെ ഒരു ഉള്ളിലേക്ക് കയറി. 7 മണിക്ക് ഇതിനുള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ CP അന്ന് പ്രസംഗിച്ചു. CP ഇപ്പൊ പറയുന്നത് തിരുവിതാംകൂറിന്റെ പരമാധികാരം അല്ലെങ്കിൽ പരമാധികാരം ഉള്ള ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നുള്ള ആ ആശയമാണ് അദ്ദേഹം അവിടെ പങ്കുവെച്ചത്. അതിനുശേഷം പിന്നീട് 7:30 മണിവരെ ഇതിന്റെ ഉള്ളിൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് 7:30 മണിവരെ ഇതുണ്ടായിരുന്നു. അതായത് ചെമ്മൻകുടി ശ്രീനിവാസ അയ്യരുടെ കച്ചേരി നടക്കുകയുണ്ടായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം CP പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസുകാർ അദ്ദേഹത്തിന് വഴിയൊരുക്കാൻ വേണ്ടി ഒന്നും തള്ളായപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ ആൾക്കാരുടെ ഇടയിലൂടെ പോയി മുന്നിലെത്തിയപ്പോൾ ഈ ട്രൗസറിന്റെ ഉള്ളിൽ നിന്ന് ഈ കത്തി പുറത്തേക്ക് എടുക്കുമ്പോൾ മുണ്ട് തടസ്സമായി. ഉടനെ മുണ്ട് വലിച്ചു ഊരിയിട്ട് ഇദ്ദേഹം ഈ CPയെ വെട്ടുകയാണ്. കഴുത്തിനാണ് വെട്ടുന്നത്. എത്ര പ്രാവശ്യം വെട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയുന്നില്ല മണിക്ക്. അങ്ങനെ വെട്ടിയപ്പോൾ ആദ്യത്തെ വെട്ട് ഷാളിന്റെ മുകളിലാണ് കൊണ്ടത്. രണ്ടാമത്തെ വെട്ട് അതിന്റെ കവള് അങ്ങനെ ചീന്തിപ്പോയി. പിന്നീട് അദ്ദേഹം ആഞ്ഞാഞ്ഞ് വെട്ടി. ആ ആഞ്ഞാഞ്ഞ് വെട്ടുന്നതിന്റെ ഇടയിൽ ഒരു അദ്ദേഹത്തിന്റെ ഇടത്തെ കൈയിന്റെ വിരലുകൾക്കൊക്കെ പരിക്ക് പറ്റിയിരുന്നു എന്നാണ് പിന്നീട് ഡോക്ടർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 7ഓളം വെട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാര് പിന്നീട് ഇയാളെ ചികിത്സിച്ച ഡോക്ടർമാര് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഈ വെട്ടുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഇദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പിടിച്ച ഉടനെ തന്നെ ലൈറ്റ് ഓഫായി. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കുതറി പുറത്തേക്ക് ഓടി. ഒന്നുകൂടി ലൈറ്റ് വന്നു, വീണ്ടും ഓഫായി. ആരാണ് ലൈറ്റ് ഓഫാക്കിയത് എന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് പിന്നാലെ രഹസ്യമായിട്ട് വേറെ ആരെങ്കിലും ഇദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത് പിന്നീട് അറിയുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ചാടി വന്നതിന് ശേഷം അദ്ദേഹം നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വേലി എടുത്തു ചാടുകയാണ്. ആ വേലിയുടെ കമ്പി മുളു ഒക്കെ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ കീറി പുറത്തുള്ള റോഡിന്റെ ഡ്രൈനേജിൽ അദ്ദേഹം വീഴുന്നു. അവിടെ നിന്ന് നേരെ അദ്ദേഹം ഓവർ ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തിയതിനു ശേഷം ചെല്ലപ്പന്റെയും മേലെ വേരാതിന്റെയും കൂടെ നേരെ പോവുകയാണ്. അപ്പൊ ഈ ലോഡ്ജില് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ ചെല്ലപ്പന്റെ വീട്ടിൽ പോയി ഭാര്യ അയൽവാസിയുടെ അടുത്ത് ഒരു 10 രൂപ കടം വാങ്ങിച്ചിട്ട് അത് കൊണ്ടുവന്ന് ലോഡ്ജിൽ കൊടുത്ത് അദ്ദേഹത്തിന് വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹം നേരെ കടക്കാവൂർക്ക് പോയി അവിടുന്ന് പിന്നീട് ദിണ്ടിഗൽ വഴിക്ക് പാലക്കാടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് പാലക്കാട് കൊല്ലങ്കോട് രാജാവിന്റെ മക്കളായിട്ടുള്ള മാധവ മേനോന്റെയും ശങ്കര മേനോന്റെയും വീട്ടിൽ അദ്ദേഹം താമസിക്കുകയുണ്ടായി.
അതിന് അപ്പോഴേക്കും അവരൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാണ് ഇത് കൃത്യം ചെയ്തെന്ന് അറിയില്ല. തൃശ്ശൂരുള്ള നേതാക്കന്മാരായിട്ടുള്ള ശ്രീകണ്ഠൻ നായർക്കും KS ജോസഫ്, ജനാർദ്ദനൻ ഇവരൊക്കെ വിവരങ്ങൾ അറിഞ്ഞ് ഇദ്ദേഹം പാലക്കാട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് ഒരു ദിവസം, അതായത് ഇദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്ന ബേബി ജോണിന്റെ ലോഡ്ജിൽ, അദ്ദേഹത്തിന്റെ ലോഡ്ജിൽ കുറച്ച് ദിവസം താമസിച്ചു. പിന്നീടാണ് അദ്ദേഹം അവിടുന്ന് നാടുവിട്ട് പോകുന്നത്. അപ്പോ പോലീസുകാര് ആ സമയത്ത് പേട്ടയിലുള്ള ഒരു നരേന്ദ്രനെയാണ് അന്ന് ഈ തർക്കത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നടത്തിയത് എന്ന് അവര് വിചാരിച്ചിട്ട് അവര് ഭയങ്കര ചോദ്യങ്ങളൊക്കെ ചെയ്യാണ്. 20,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു വിവരം കൊടുക്കുന്നവർക്ക്. അതിനെ പെട്ടെന്ന് വിവരം കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇരട്ടിയാണ് എന്നും പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് നടന്ന് കിട്ടിയിട്ടും ആൾക്കാരെ കിട്ടിയില്ല. ഇലക്ട്രീഷ്യന്മാരെ എല്ലാവരും പിടിച്ച് പോലീസ് ചതച്ചു, എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ല. 45ഓളം അവിടുത്തെ പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ച് അവരെ അകത്ത് കൊണ്ടുപോയി അവരെ വല്ലാതെ പീഡിപ്പിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം അതായത് 1948 ശ്രീകണ്ഠൻ നായർ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തില് KCS അവര് ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോ KCS മണിയെ ആ യോഗത്തില് വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇദ്ദേഹമാണ് CP രാമസ്വാമി അയ്യരെ കൊല്ലാൻ ശ്രമിച്ച അതിലെ പ്രതി എന്ന് മനസ്സിലായി. പിന്നീട് പട്ടംതാണു പിള്ളയുടെ ഭരണകാലത്താണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം അകത്തിട്ടു. പക്ഷെ കേസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിന്നീട് തള്ളുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പിന്നീടുള്ള ജീവിതം വളരെ കഷ്ടമാണ്. KCSന്റെ ജീവിതം പറയുന്നത്, അദ്ദേഹമാണ് CPI വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങൾ പിന്നീട് ആൾക്കാർ ശ്രദ്ധിക്കാതെയായി, ആൾക്കാരെ അവഗണിക്കാൻ തുടങ്ങി. ഇദ്ദേഹം മദ്യപാനത്തിലേക്ക് പോയി. ഇദ്ദേഹത്തിന്റെ കഷ്ടം കണ്ടതിനു ശേഷം K. ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് കൗമുദിയിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് അയാൾ മലയാളികളിലും അതുപോലെ ദേശബന്ധുവിലൊക്കെ ജോലി ചെയ്തു. അങ്ങനെ 1963 ചിങ്ങമാസത്തിലാണ് അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നത്. അതായത് തെങ്കാശി വള്ളിയൂരിലെ മോട്ടോർ മെക്കാനിക്കായ വെങ്കട്ട രാമയ്യരുടെ 2ാമത്തെ മകൾ ലളിതയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ഇപ്പോ വരന് പ്രായം 41, വധുവിന് പ്രായം 23. അപ്പൊ ഇദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിൽ തന്നെ KCയുടെ പല്ലുകൾക്ക് എന്തോ അസുഖം വന്നതിന് ശേഷം എല്ലാ പല്ലുകളും പറിച്ച് വെപ്പുകല്ലാണ് അദ്ദേഹം വെച്ചിരുന്നത്. അപ്പൊ ഈ വെപ്പുകല്ലും അതുപോലെ നീര് വന്ന കാലും അതുപോലെ തലമുടിയൊക്കെ നരച്ച തലമുടി ഒക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ട് അനുജത്തി ആയിട്ടുള്ള ലളിത, അതായത് അനുജത്തി രുക്മിണി കരഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടായത് അവസാനം വരെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ കഷ്ടവും ഇതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു ശങ്കുപിള്ള അവഗണിക്കലൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് പുനലൂർ റേഞ്ചിലെ ഫോറസ്റ്റ് അതിലെ കാട്ടിലെ ആ ഡിപ്പാർട്ട്മെന്റിലെ അവരുടെ അതിലെ ഒരു 5 ഏക്കർ വനം ഇദ്ദേഹത്തിന് പതിച്ചു കൊടുത്തു. അതിൽ അദ്ദേഹം കൃഷി ചെയ്തു. വീട്ടിലെ ഒരുപാട് ദാരിദ്ര്യവും അല്ലെങ്കിൽ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ ഭൂമിയൊക്കെ പിന്നീട് അദ്ദേഹം വിറ്റു. പിന്നെ ഒരുപാട് പണികളും ജോലികളൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് കുറെ അവഗണിച്ചു. 1964 മുതൽക്ക് 79 വരെ അദ്ദേഹം അമ്പലപ്പുഴ പഞ്ചായത്ത് അംഗമായിരുന്നു. 1965 കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. പക്ഷെ നിർഭാഗ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജനസമിതി, അതായത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ഒക്കെ വേണ്ടിയിട്ട് പടപൊരുതിയ അതിന് കാരണഭൂതനായ അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ട് 900 വോട്ടായിരുന്നു. അപ്പൊ അതോടുകൂടി പിന്നെ ആകെ തകർന്നുപോയി. പിന്നെ 1987 അദ്ദേഹം ജീവിക്കുന്നത് വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ അസുഖബാധിതനായി, ക്ഷയരോഗം ബാധിച്ചിരുന്നു, ശ്വാസകോശ അർബുദം. അങ്ങനെ ബാധിച്ച അദ്ദേഹം ഈ ചികിത്സാർത്ഥം തിരുവനന്തപുരത്തേക്ക് 1987 സെപ്റ്റംബർ 1 തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയും അദ്ദേഹത്തിന്റെ കാർ, അതായത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറ് ഒരു സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു. ആ ആക്സിഡന്റിനോട് അനുബന്ധിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറോളം ഈ അസുഖബാധിതനായ വ്യക്തിയെ ഇരുത്തിയത് അദ്ദേഹത്തിന് വളരെ വിഷമം പിടിപ്പിച്ചു. പിന്നീട് രോഗം മൂർച്ഛിച്ചു. പിന്നെ അദ്ദേഹത്തിനെ പുലിയനാർകോട്ട ആശുപത്രിയിലെ ക്ഷയരോഗ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗം വളരെ സെപ്റ്റംബർ 20 അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വിലാപയാത്രത്തിൽ പങ്കെടുത്ത് ആകെ 2 കാറേ ഉണ്ടായിരുന്നു ആണ് പറയുന്നത്. ആരും വലിയ കാര്യമായിട്ട് തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യക്ക് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഭാര്യയുടെ അനുജനാണ് പിന്നീട് ചിതയ്ക്ക് തീ കൊളുത്തിയത്. പിന്നെ ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് മരിച്ചു. അങ്ങനെ പിന്നീട് ഒരു അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കുറെ വാർത്തകൾ ഇതൊക്കെ വന്ന ഒരു സ്മാരകം പണിയണം എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സ്മാരകമൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കും ഇപ്പൊ കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാനായ ഒരു വ്യക്തി,
ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിവരം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.